കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. അഴിമതി ആരോപണം നേരിടുന്ന മുൻ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി പുനഃപരിശോധിക്കുവാനുള്ള ഉത്തരവ് പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഉത്തരവ് പാലിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ കോടതിയലക്ഷ്യ നടപടിയിലേക്ക് പോകുമെന്ന് കോടതിയുടെ മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ കോടതിയുടെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, താക്കീതുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരു താക്കീതാണ് കോടതി നൽകിയിരിക്കുന്നത്, അല്ലേ? 19-ാം തീയതിക്കകം തീരുമാനമെടുക്കണമെന്നുള്ള നിർദ്ദേശം, അതായത് നേരത്തെ ഈ നടപടി എടുക്കാത്ത പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചിരുന്നു. അത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ഡിവിഷൻ ബെഞ്ചിൽ സമീപിച്ചിട്ടുണ്ട്. ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തില്ലെങ്കിൽ 19-ാം തീയതിക്കകം തന്നെ ഈ പ്രോസിക്യൂഷൻ അനുമതി, അത് നേരത്തെ റദ്ദാക്കിയ അനുമതി, അത് പുനഃപരിശോധിക്കണമെന്ന കർശന നിർദ്ദേശമാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് നൽകിയിട്ടുള്ളത്. അങ്ങനെ പുനഃപരിശോധിച്ചില്ല എങ്കിൽ രണ്ടാമത്തെ കോടതിയലക്ഷ്യ നടപടിയിലേക്ക് തനിക്ക് പോകേണ്ടി വരും എന്നാണ് കോടതിയുടെ മുന്നറിയിപ്പ്. ഇതിനിപ്പോൾ 19-ാം തീയതി വരെയാണ് ഈ സമയം. 19-ാം തീയതിയാണ് ഒരു ഫൈനൽ ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 19-ാം തീയതി മുഹമ്മദ് ഹനീഷിന്റെ ഹർജി പരിഗണിക്കും. അത് പ്രതികൂലമാണെങ്കിൽ സർക്കാരിന് ഈ പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും. അനൂപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.